ആ ജോലി അവരെ ഏൽപ്പിച്ചിട്ടില്ല. അതാ നമ്മളെ ഏൽപ്പിക്കാത്ത ജോലി കൂടി അവരെ ഏൽപ്പിച്ചതായിട്ട് പറയരുത്. ആ ജോലി അവരെ ഏൽപ്പിച്ചിട്ടില്ല. അത് ഹരിതകർമ്മസേനയാണ് ചെയ്യുന്നത്. ഇല്ല, മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ഒരു ചുമതലകളും ആശാ വർക്കർമാരെ ഏൽപ്പിച്ചിട്ടില്ല. ആ കാര്യങ്ങളൊക്കെ നിയമസഭയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. ഞാനിനി ആവർത്തിക്കേണ്ട കാര്യമുണ്ടോ? സംസ്ഥാനം 7000 രൂപ ഓണറേറിയം കൊടുക്കുന്നു. 2016 ഈ ഗവൺമെൻറ് വരുമ്പോൾ 1000 ഉണ്ടായിരുന്നത്, ക്രമാനുഗതമായി കൂട്ടിയതാണ്. 10000 രൂപ അവർക്ക് സുനിശ്ചിതമായി കിട്ടുന്ന വേതനത്തിൽ 8200 കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. 7000 പ്ലസ് ഈ മറ്റേ ഇൻസെൻറ്റീവിൻ്റെ 40%, 3000 രൂപ ഇൻസെൻറ്റീവ്, 40% 1200, 8200 കൊടുക്കുന്നത്. അതിന് പുറമെ പെർഫോമൻസ് ബേസ്ഡ് ഇൻസെൻറ്റീവ് 3200 വേറെയുണ്ട്. അപ്പോൾ ആകെ 1800 മാത്രം കൊടുക്കുന്ന കേന്ദ്രത്തിനോടാണോ സമരം ചെയ്യേണ്ടത്, അതോ ഇതിൽ സിംഹഭാഗവും കൊടുക്കുന്ന സംസ്ഥാനത്തിനോടാണോ സമരം ചെയ്യേണ്ടത് എന്നതാണ് പ്രശ്നം. അപ്പം അതുകൊണ്ട് സർക്കാർ ഇക്കാര്യത്തിൽ ആശാ വർക്കർമാരോട് അനുഭാവപൂർണ്ണമായ നിലപാടേ എല്ലാ കാലത്തും എടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ബഹുഭൂരിപക്ഷം ആശാ വർക്കർമാരും ഈ സമരരംഗത്തില്ലാത്തത്. കാരണം സമരം ചെയ്യേണ്ടത് ഈ സർക്കാരിനെതിരെയല്ല എന്ന് അവർക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് INTUC ഇന്നലെ എടുത്ത നിലപാടറിയാമല്ലോ. കാരണം യഥാർത്ഥത്തിൽ ഈ സമരം ആശാ വർക്കർമാരുടെ കോസിനെ ദുർബലപ്പെടുത്തുന്നതാണ്. ആശാ വർക്കർമാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സമരം കൂടിയാണിത്. INTUCയുടെ നിലപാട് വളരെ വ്യക്തമല്ലേ? കാരണം എന്താണ് ഇന്ത്യയിലെ സെൻട്രൽ ട്രേഡ് യൂണിയനുകളെല്ലാം എടുത്തിട്ടുള്ള നിലപാട്? ഇവരെ ഹെൽത്ത് വർക്കേഴ്സായിട്ട് അംഗീകരിക്കണം എന്നാണ്. എന്താ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഗൈഡ് ലൈൻ പറയുന്നത്? ഗൈഡ് ലൈനിൽ സംസ്ഥാനത്തിന് മാറ്റം വരുത്താം, പക്ഷെ മാറ്റം വരുത്താൻ പറ്റാത്തതായിട്ടുള്ള കാര്യം എന്താണ്? ഇവരെ വോളണ്ടിയേഴ്സ് എന്ന സ്റ്റാറ്റസ് മാറ്റം വരുത്താൻ പറ്റില്ല. എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഗൈഡ് ലൈനിൽ അഡമൻ്റായിട്ട് നിൽക്കുന്നത് വോളണ്ടിയേഴ്സായി തന്നെ ഇവർ തുടരണമെന്നത്? കാരണം വോളണ്ടിയേഴ്സ് ആയാലേ ശമ്പളം കൊടുക്കാതിരിക്കാൻ പറ്റൂ. വോളണ്ടിയേഴ്സിന് ഓണററിയും കൊടുത്താൽ മതി. ഹെൽത്ത് വർക്കേഴ്സായിട്ട് അംഗീകരിച്ചാൽ വേതനം, മറ്റ് തൊഴിലാളികൾക്കുള്ള എല്ലാ ആനുകൂല്യങ്ങൾ, ഗ്രാറ്റുവിറ്റി, എല്ലാ കാര്യങ്ങളും കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ ബാധ്യത ഏറ്റെടുക്കാതിരിക്കാൻ വേണ്ടിയാണ് കേന്ദ്രം ഈ ഹെൽത്ത് വർക്കേഴ്സായിട്ട് അംഗീകരിക്കാതിരിക്കുന്നതും ഇവരെ വോളണ്ടിയേഴ്സായി തന്നെ നിലനിർത്തണമെന്ന് ശഠിക്കുന്നതും. അടിസ്ഥാന പ്രശ്നം അതാണ്. എപ്പോഴാണ് ആശാ വർക്കർമാരുടെ പ്രശ്നം പരിഹരിക്കപ്പെടുക? അവർ ഹെൽത്ത് വർക്കേഴ്സായിട്ട് അംഗീകരിക്കപ്പെടുമ്പോഴാണ്. എന്തുകൊണ്ടാണ് ഈ സമരത്തിന് അങ്ങനെ ഒരു ആവശ്യമില്ലാത്തത്? വളരെ ദുരൂഹമല്ലേ ഇത്? അതുകൊണ്ടല്ലേ ട്രേഡ് യൂണിയനുകൾ ഇപ്പോൾ INTUC ഞങ്ങളെ പിന്തുണയ്ക്കുന്നവരല്ലല്ലോ, അവരും ഇതിനെ എതിർക്കുന്നത്? എന്തുകൊണ്ടാണ്? ആത്യന്തികമായി ആശാ വർക്കർമാരുടെ എന്നല്ല, സ്കീം വർക്കേഴ്സിൻ്റെ മുഴുവൻ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശത്തിന് എതിരായിട്ടുള്ള ആവശ്യം അവർ ഉയർത്തുന്നത്. ഇതാരെ സഹായിക്കാനുള്ളതാണ്? ഇതുകൊണ്ട് ആരാ സന്തോഷിക്കുന്നത്? കേന്ദ്ര ഗവൺമെൻറ്റാണ്. കാരണം ഇവരുടെ ആവശ്യം എന്താ? സംസ്ഥാന സർക്കാർ ഓർഡറിനെയും കൂട്ടിത്തരണമെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളെ ജീവനക്കാരായിട്ട് അംഗീകരിക്കണമെന്നില്ല, ഞങ്ങൾക്ക് ജീവനക്കാർക്കുള്ള മറ്റ് ആനുകൂല്യങ്ങളും അവകാശങ്ങളും വേണമെന്നില്ല. അതൊന്നും ആവശ്യം ഉന്നയിക്കുന്നില്ല. കേന്ദ്രത്തോടൊരു ആവശ്യമില്ല. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ സന്തുഷ്ടരാണ് ഈ സമരത്തിൽ. അതുകൊണ്ടല്ലേ അവർ വന്ന് സമരപ്പന്തലിൽ ഇഷ്ടംപോലെ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നതും പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുന്നതും. സൗജന്യമായിട്ട് പിന്തുണ വാഗ്ദാനം ഒരു ചെലവില്ലാത്ത കാര്യമാണ്.